തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സിനിമാ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവ് തുടരുന്നുണ്ട്. ഇന്നലെയാണ് ആരംഭിച്ചത്. ഇന്നിപ്പോൾ സമാപിക്കുകയാണ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ദിവസമൊക്കെ ശക്തമായ രീതിയിലുള്ള ഒരു ഹെൽത്തി ഡിസ്കഷൻ തന്നെയായിരുന്നു അവിടെ നടന്നത്. സ്ത്രീ സുരക്ഷ, ലിംഗസമത്വം, തൊഴിൽ സുരക്ഷിതത്വം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വിശദമായ ചർച്ച തന്നെ കോൺക്ലേവിൽ നടക്കുന്നുണ്ട്. പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്തിമ നയം തയ്യാറാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. വിവരങ്ങൾ ഷിജോ കുര്യൻ നൽകും. ഷിജോ, ഇന്നിപ്പോൾ കോൺക്ലേവ് സമാപിക്കുകയാണ്. അതിന് മുന്നോടിയായി ഈ സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന പരാതികൾ, പ്രശ്നങ്ങൾ, അതിലൊക്കെ തന്നെ വിശദമായ ഒരു ചർച്ച തന്നെ നടന്നിട്ടുണ്ട്. ഏത് രീതിയിലുള്ളൊരു അഭിപ്രായ ഏകീകരണത്തിലേക്കാണ് എത്താനിടയുള്ളത്? ദിവ്യ, ഇന്നലെ തിരുവനന്തപുരത്ത് തുടങ്ങിയ സിനിമാ കോൺക്ലേവ് ഇന്ന് സമാപിക്കും. നിരവധി വിഷയങ്ങളിൽ വിവിധ സെഷനുകളായിട്ട് സജീവമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. നമുക്ക് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഉയർന്ന വിവാദ വിഷയങ്ങളടക്കം ഈ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് വിവിധ സെഷനുകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ, ലിംഗസമത്വം, തൊഴിൽ സുരക്ഷിതത്വം തുടങ്ങിയ വിഷയങ്ങളിലാണ് എല്ലാ കാര്യങ്ങളിലും ചർച്ചകൾ ഉയർന്നു വന്നത്. ഈ വിഷയങ്ങളിലെല്ലാം ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളും ഏതൊക്കെ സെഷനുകളിൽ ഈ പറയുന്ന സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ നൽകുന്ന അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്തി എത്രയും പെട്ടെന്ന് ഒരു സിനിമാ നയ രൂപീകരണ കരട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനയിലേക്കാണ് സംസ്ഥാന സർക്കാർ കടന്നിട്ടുള്ളത്. 2 മാസത്തിനകം ഈ സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ ഒരു കരട് തയ്യാറാക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ സിനിമാ നയ രൂപീകരണ കരട് തയ്യാറാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ സിനിമാ നയം രൂപീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ സെഷനുകളിലും സജീവമായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ അത് ഉണ്ടാവാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് മന്ത്രിയും മറ്റ് ബന്ധപ്പെട്ട ആളുകളും ഒക്കെ അതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യത്തിനകത്ത് സജീവമായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. സിനിമാ മേഖലയോട് താല്പര്യത്തോടു കൂടി വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾ സുരക്ഷിതരാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട തരത്തിലുള്ള ചില ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടിയൊക്കെയാണ് ഈ വിവിധ സെഷനുകളിലായിട്ട് ഉയർന്നു വരുന്ന ചർച്ചയിൽ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നത്. എന്തായാലും ഇന്നലെ തുടങ്ങിയ കോൺക്ലേവ് ഇന്ന് വൈകിട്ട് സമാപിക്കും.